അമ്മേ, എന്താ ഉണ്ണി? നാളെ അമ്മയുടെ ഫാക്ടറിയിലെ യൂണിയൻ ഇലക്ഷൻ ആണെന്ന് പറയുന്നു. അതെ, ഇലക്ഷനിൽ അമ്മയും മത്സരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. പിന്നെ എന്താ അമ്മേ, അമ്മ ഇത്ര കൂളായിട്ട് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം? നാളെ ഞങ്ങൾക്ക് സ്കൂളിൽ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇന്നേ നല്ല ടെൻഷനിലായിരിക്കും. നാളെ അമ്മയ്ക്ക് ഫാക്ടറിയിൽ ടെസ്റ്റ് ഉള്ളതല്ലേ, പിന്നെന്താ ഇങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതിരിക്കുന്നേ? ഇലക്ഷനെ കുറിച്ച് ആലോചിച്ച അച്ഛനും ടെൻഷനുണ്ട്. പിന്നെ നമ്മുടെ രവിയങ്കളിനും പത്മയാന്റിക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് മാത്രം എന്താ ഒരു ടെൻഷനും ഇല്ലാത്തെ? നാളെ എന്തായാലും ഞാൻ തോൽക്കും. പിന്നെ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ തോറ്റു പോന്നേ? നിന്റെ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തോറ്റുപോകും. അച്ഛൻ സപ്പോർട്ട് ചെയ്താ അമ്മയ്ക്ക് ജയിക്കാൻ പറ്റുമോ അമ്മേ? ഏട്ടൻ ജസ്റ്റ് എന്റെ അടുത്ത് നിന്നാ മാത്രം മതി. എത്ര വലിയ മത്സരമാണെങ്കിലും ഞാൻ ജയിച്ചിരിക്കും. താൻ എങ്ങനെ ജയിക്കുമെന്ന് പറ. പറയമ്മേ, ഇപ്പൊ അച്ഛൻ അമ്മയുടെ അടുത്തല്ലേ ഇരിക്കുന്നത്. പറയമ്മേ, എങ്ങനെ ജയിക്കും? പറയമ്മേ. ഞാൻ ജയിക്കും, അത്ര തന്നെ. അത് എങ്ങനെയാണെന്നാ? നാളെ ഏട്ടൻ കാണാൻ പോവല്ലേ? എന്താ ഇപ്പൊ പറയാൻ പറ്റില്ല? ഞാൻ ജയിക്കണമെന്ന് ശരിക്കും ഏട്ടൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഞാൻ തന്റെ അടുത്ത് വന്നിരിക്കുന്ന. ഏട്ടൻ ആഗ്രഹിച്ചതിന് ശേഷം ഞാൻ ജയിക്കാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? ഏയ്, വിഷയം മാറ്റരുത്. താൻ തോൽവി സമ്മതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നാളെ എങ്ങനെ ജയിക്കുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഈ ദിവസം മുഴുവൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ പ്ലാൻ എന്താണ്, തന്റെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവിടെ അഖിലും കാർത്തികയും എല്ലാവരും തന്നെ നല്ല ടെൻഷൻ അടിച്ചിരിക്കുക. യൂണിയൻ ലീഡർക്ക് മിക്കവാറും വട്ട് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നാണെങ്കിൽ താൻ ലീവ് എടുത്ത് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാക്കിയിരിക്കുക വസുന്ധര. നാളെ ചിലപ്പോ സുനാമി വരെ വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ താൻ എന്റെ അടുത്ത് എന്താണ് കാര്യം എന്ന് പറയില്ലല്ലേ? എല്ലാരെയും പോലെ തന്നെ ഞാനും നാളെ അറിഞ്ഞാൽ മതിയെന്നായിരിക്കും. ശരി. അതെ ഏട്ടാ, ഒരു ചെറിയ കാര്യം പറഞ്ഞോ. നാളെ ഫാക്ടറിയിലേക്ക് വരുമ്പോ റോസാപ്പൂ മാല വാങ്ങിക്കൊണ്ടുവരാൻ മാത്രം മറന്നു പോവല്ലേ? എന്തിന്? ജയിക്കുന്നവരുടെ കഴുത്തില് മാല അണിയണ്ടേ? ഹലോ ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഇലക്ഷൻ ആണ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്റെ ചേട്ടാ, ഇത് നിങ്ങൾ എത്ര തവണ പറയും? ഇന്നലെ മുതലേ പറഞ്ഞോണ്ട് കൊല്ലുക. ഏയ്, എന്താടാ അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ? ഇലക്ഷൻ കഴിയട്ടെ ചേട്ടാ, അയാളെ നമുക്ക് ശരിയാക്കാം. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് ഗിരി. വോട്ട് എനിക്ക് തന്നല്ലേ? അയ്യോ, പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയല്ലേ. അവസാനം മറന്നുപോയി ഞാൻ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്ത് പോവും. എന്തിനാണ് ഇവൻ ദേഷ്യപ്പെടുന്നേ? ഇലക്ഷൻ കഴിയട്ടെ ചേട്ടാ, ഇവനെ നമുക്ക് ശരിയാക്കാന്ന്. ഏയ് രമണ, വോട്ട് എനിക്ക് തന്നല്ലേ? ചേട്ടൻ ഇത് എത്ര തവണ പറയും? നിങ്ങളെക്കാൾ പിച്ച എടുക്കുന്നവരെ ഭേദം.
ഇവൻ ആരാന്നാണ് ഇവന്റെ വിചാരം? ഇലക്ഷൻ ഒന്നും കഴിയട്ടെ ചേട്ടാ, ഇവനങ്ങ് കൊന്നേക്കാം. ഒരുപക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഇന്നലത്തെ പാർട്ടിയുടെ ഹാങ് ഓവർ ആയിരിക്കും. അവസാന നിമിഷം ഇവന്മാരെന്നെ കൈവിടുവോ? അങ്ങനെ കൈവിട്ടാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും നമുക്ക് പണി കൊടുക്കാം. അവര് കൈവിട്ടാ ഞാൻ തോറ്റുപോകൂടാ. അവരെ നമ്മൾ പണി കൊടുക്കുന്നതല്ല, ആ വസുന്ധര നമുക്കിട്ടായിരിക്കും പണി തരുന്നത്. ഏയ് വോട്ട് എനിക്കല്ല. ചേട്ടൻ തന്നെ ചേട്ടൻ തന്നെ. ആര് ചേട്ടാ? വേറെ ആര്? ഒരു പണിയില്ലാതെ കറങ്ങി നിൽക്കുന്ന നമ്മുടെ ഓണർമാര്. ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജയിച്ചതിന് ശേഷം ആദ്യം ഇവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം. ഹലോ സാർ, നമസ്കാരം സാർ. താൻ എവിടെയാടോ? ഞാൻ ഫാക്ടറിയിലുണ്ട് സാർ. അവിടെ കാര്യങ്ങളൊക്കെ എന്തായി? ഇലക്ഷന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ നടക്കുകയാണ്. വർക്കേഴ്സിന്റെ പ്രതികരണം എങ്ങനെയാ? ഇന്നലെ നമ്മൾ പാർട്ടി കൊടുത്തില്ലേ സാർ, എല്ലാവരും നല്ല സന്തോഷത്തിലാ. ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോവുക സാർ. ഇഡിയറ്റ്, തന്റെ ഈ ഓവർ കോൺഫിഡൻസ് എല്ലാം കുളമാക്കും. നിനക്ക് വേണ്ടി ഒരുപാട് കാശ് ഞാൻ വാരി എറിഞ്ഞതാ. ഈ ഇലക്ഷനിൽ നീ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കണ്ടം തുണ്ടുമായിട്ട് വെട്ടി കാക്കിക്കും കഴിയുന്ന എറിഞ്ഞു കൊടുക്കുക, ഓർത്തോ? ഛേ, എന്റെ അച്ഛനും അമ്മയും പോലും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല സാർ. ഉറപ്പായിട്ടും ജയിച്ചിരിക്കും സാർ. അത് പോട്ടെ, അവര് വന്നിട്ടുണ്ടോ? ആര് സാർ? എന്റെ ഏട്ടനല്ലാത്ത ഏട്ടനും ഏട്ടത്തി അല്ലാത്ത ഏട്ടത്തിയും. ഇതുവരെ അവരെ എത്തിയില്ല സാർ. ആ രവി, നമുക്ക് പോവാം. നിക്കേട്ടാ, നമ്മുടെ ഭാവികാല യൂണിയൻ ലീഡറും കൂടെ ഒന്ന് വന്നോട്ടെ. എന്താ രവി ഇത്രയ്ക്ക് കോൺഫിഡൻസ്? ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് അത്ര കോൺഫിഡൻസാ. 2 മണിക്കൂറിനുള്ളിൽ എന്തായാലും ഇലക്ഷൻ നടക്കും. ഇനിയെങ്കിലും ചേച്ചി എങ്ങനെയാ ജയിക്കുന്നതെന്നൊന്ന് പറഞ്ഞൂടെ? കഴിക്കുന്നതിന് മുൻപേ ഭക്ഷണത്തിന്റെ രുചി എന്തിനാ ചോദിക്കുന്നേ? ഇപ്പൊ രവി അത് തന്നെയാ പറഞ്ഞത്. താനും ഇപ്പൊ ഇവിടെ വന്ന് അത് തന്നെയാ പറയുന്നത്. എനിക്കും ചേച്ചിക്ക് ഒരേ അഭിപ്രായം ഏട്ടാ. ശരി, ഇപ്പോ ആരുടെ സൈക്കിളിൽ ആരൊക്കെയാ പോകുന്നതെന്നൊന്ന് പറയാവോ? അതെ ഏട്ടാ, ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഏട്ടന്റെ സൈക്കിളിലേ വരൂ. എന്തിനാ വസു? കുരുക്ഷേത്രത്തില് അർജുനന്റെ രഥത്തെ ശ്രീകൃഷ്ണൻ ഓടിച്ച് അർജുനനെ ജയിപ്പിച്ചില്ലായിരുന്നോ? അതുപോലെ ഇന്നത്തെ ഈ ദിവസം എന്നെ സൈക്കിളിൽ കൊണ്ടുപോയി ഏട്ടനെ ജയിപ്പിക്കണം. നമ്മുടെ യൂണിയൻ ഇലക്ഷന് വേണ്ടി മഹാഭാരതം പോലുള്ള കാവ്യങ്ങളൊന്നും ഉദാഹരണമായി പറയണ്ട. ഒന്ന് സൈക്കിളിൽ കയറി. വിജയത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. ആ യൂണിയൻ ലീഡർ എന്തെങ്കിലും കൃത്രിമൊക്കെ കാണിക്കും. അങ്ങനെ ചെയ്തത് താനെന്തി? ഏട്ടനോടൊപ്പം ചേർന്ന് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നു. അല്ല, ജയിക്കാനായിട്ട് താൻ എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രുചി എന്താണെന്ന് അറിയുന്നത് പോലെ താ പഴഞ്ചൊല്ലൊന്നും പറയണ്ട. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, തീർത്തു തരുമോ? ചോദിക്ക്, തീർത്തുതരാം. രാമായണത്തില് രാമൻ ബാലിയെ മരത്തിന് പിന്നിൽ നിന്ന് എന്തിനാ അമ്പ ചെയ്ത് കൊന്നത്? ഇപ്പൊ മഹാഭാരതം വിട്ട് രാമായണത്തിലേക്ക് വന്നോ? പറയേട്ടാ. ബാലി തന്റെ അനിയൻ സുഗ്രീവന്റെ ഭാര്യയെ കൈക്കലാക്കി ഒരു മൃഗത്തിനെ പോലെ പെരുമാറി. മൃഗത്തിനെ മരത്തിന് പിന്നിൽ നിന്ന് വേട്ടയിടുന്നത് ഒരിക്കലും തെറ്റല്ല. അങ്ങനെയാണോ? ഇപ്പൊ എന്തിനാ ഈ ഡൗട്ട് ചോദിച്ചേ? വെറുതെ ചോദിച്ചതാ. വെറുതെ എന്തായാലും ചേച്ചി ചോദിക്കില്ലെന്നറിയാം. എന്റെ ചേച്ചി എന്ത് ചെയ്താലും നിനക്ക് എന്താടി പത്മ? നീ ഒന്നും മിണ്ടായിരുന്നേ. ബലിയാടാവുക എന്ന് പറയുന്നത് ഇതിനെയായിട്ടാ. പൂ വിൽക്കുന്ന സ്ഥലത്ത് വിറക് വിൽക്കാന്ന് പറയുന്നത് ഇതാണ് അഖിൽ. ഫാക്ടറി പോവാതെ ഇവിടെ എന്തിനാ വണ്ടി നിർത്തിയെങ്കിൽ? എന്റെ ഏട്ടനല്ലാത്ത ഏട്ടനോടും ഏട്ടത്തി അല്ലാത്ത ഏട്ടത്തിയോടും ഒന്ന് സംസാരിക്കാമെന്ന് കരുതി.
സംസ്കൃതി ഈവൻസിലായിരിക്കുമ്പോ നിങ്ങൾ കുറെ ഷൈൻ ചെയ്തല്ലേ. ഒരു ഫോൺ കോൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര ക്ലയൻസ് വേണമെങ്കിലും മുന്നിൽ വന്ന് നിൽക്കുമായിരുന്നു അല്ലേ. ഹാപ്പി ആയിട്ട് ഈവൻസ് വല്ലതും ചെയ്യാതെ ഈ യൂണിഫോമും ഇങ്ങനെ ഇട്ട് എന്റെ ഫാക്ടറിയിൽ എന്തിനാ ജോലിക്ക് വന്നത്? സംസ്കൃതി ഈവൻസ് നമ്മുടെ ഫാമിലിയുടെ ബിസിനസ്സാണ് അഖിൽ. നമ്മൾ 3 പേര് ഒരുമിച്ചാണ് അത് ചെയ്തത്. ഇപ്പൊ ഞാനത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമല്ല. ശരിയാവാത്തതോ അതോ ഇൻവെസ്റ്റ് ചെയ്യാനായി കാശില്ലാത്തത് കൊണ്ടോ? ആ, ചോദിച്ചാ ഞങ്ങൾ കാശ് തരില്ലായിരുന്നു ഏട്ടാ. ഏട്ടൻ വെറുതെ എഴുതി തന്ന കാശ് കൊണ്ടല്ലേ നിങ്ങളിപ്പോ ജീവിക്കുന്നത്. അതില് നിങ്ങൾ ഏട്ടന് ദാനം കൊടുക്കുന്നു പറയുന്നോ കാർത്തിക? അത് ദാനം ചെയ്യുന്ന കൈകളല്ലാതെ വാങ്ങുന്ന കൈകളൊന്നും അല്ല. ഓ, എന്നിട്ട് അനുവിന്റെ സർജറിക്ക് പണം ചോദിച്ച് എന്റെ അടുക്കൽ വന്നതോ? അതിനപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നോ? ഒരു കുഞ്ഞു ജീവന് വേണ്ടി ഇദ്ദേഹത്തിന് തല കുനിയേണ്ടി വന്നു. നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ മനുഷ്യരെന്ന് പറയായിരുന്നു. വേറെ ആരും നിങ്ങൾക്ക് തന്നില്ലേ? അവരോട് ഇദ്ദേഹം കൈ നീട്ടിയതുപോലെയല്ലേ? അതേട്ടൻ കൈ നീട്ടിയതുകൊണ്ട് കിട്ടിയതായാലും അല്ലെങ്കിൽ ചെയ്ത ഉപകാരത്തിന് പുണ്യമായി കിട്ടിയതായാലും വേറെ എങ്ങനെ കിട്ടിയതാണെങ്കിലും അത് നീ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോവായിരിക്കും അല്ലേ? ജയത്തിന് തോൽവിയൊക്കെ പറ്റി ഇപ്പൊ എന്തിനാ സംസാരിക്കുന്ന അഖിൽ? ഇനിയും സമയമുണ്ടല്ലോ. വസുവേട്ടത്തി ജയിക്കുമെന്ന് അഭിയേട്ടന് ഇപ്പോഴും വിശ്വാസമുണ്ടോ? അവൾക്ക് കോൺഫിഡൻസ് ഉണ്ട് കാർത്തികേ. കാത്തിരുന്ന് കാണാം. ഓൾ ദി ബെസ്റ്റ് ഏട്ടത്തി അവറുകളെ. വാ കാർത്തിക, കേറേട്ടാ. വിഷു ഗുഡ് ലക്ക് മോളെ. താങ്ക് യു ഭാസ്കരേട്ടാ. വസുന്ധര, എന്തിനാ അഖിലിനോടും കാർത്തികയോടും വഴക്കിന് പോയേ? അവരെന്നെ എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കും ഏട്ടാ. പക്ഷെ ഏട്ടനെ പറ്റി എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. ഇലക്ഷന് തോൽക്കുകയാണെങ്കിൽ ഇതൊരിക്കലും മനസ്സ് വെച്ച് നടക്കരുത് വസുന്ധര. അപ്പോൾ സാഹചര്യം വളരെ മോശമായിരിക്കും. സാഹചര്യങ്ങൾക്കൊത്ത് പേടിക്കുന്ന വസു എപ്പോഴേ മരിച്ചുപോയേട്ടാ. എന്നെ ഏട്ടൻ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്കുണ്ടായിരുന്ന പേടിയൊക്കെ മാറി. ശരി, എന്നാ നമുക്ക് പോവാം. എടത്തി എടത്തി, ഭാവനെ, നിന്റെ അമ്മായി എവിടെ? മുറിക്കുള്ളിലിരിക്കുകയാണോ? എന്താ സൈലന്റ് ആയിട്ട് പറയുന്നേ? നിന്റെ വായിക്ക് എന്ത് പറ്റി? ഓ, മൗനവ്രതോ? എന്തിന്? വസുവിന് വേണ്ടിയോ? ഓ, അവളിന്ന് ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയാണോ? നന്നായി മോളെ. എല്ലാ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്, എണ്ണയും വെള്ളവും ചേരുമ്പോ പൊട്ടിത്തെറിക്കും. നിങ്ങളാണെങ്കിൽ പാലും വെള്ളവും പോലെ ചേർന്നു പോകുന്നു. ഒരു കണക്കിന് നിങ്ങള് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനാ. എടുത്തി കാര്യം അറിഞ്ഞ എടുത്തി, തെരഞ്ഞെടുപ്പിന് വസു ജയിക്കാനായിട്ട് ഭാവൻ ഇന്ന് മൗനവ്രതം എടുക്കുക. എന്താ എടുത്തി ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഒരുപക്ഷെ ഇവളെ പോലെ എടുത്തി മൗനവ്രതത്തിലാണോ? നന്നായിട്ടുണ്ട് എടുത്തി. ഇത്രയും കാലം ഭർത്താവിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും വ്രതവും പൂജയും ഒക്കെ അനുഷ്ഠിച്ചു. ഇപ്പം മരുമകൾക്ക് വേണ്ടി ചെയ്യുന്നു. ഞാനും ചെയ്യണമെന്നാണോ? ഈ മൗനവ്രതൊന്നും എന്റെ ഈ ശരീരത്തിന് തീരെ പിടിക്കുന്നതല്ല. ആടിയ കാലം പാടിയ വായും ചുമ്മാ ഇരിക്കില്ല എന്നുള്ള പഴഞ്ചൊല്ല് എന്നെ കണ്ടിട്ടാ ഉണ്ടായത്. എന്ത്
മൗനവ്രതം അനുഷ്ഠിച്ചാൽ ശരീരത്തിന് നല്ലതാണെന്നോ? പൂവും പൊട്ടും ഇല്ലാത്ത എനിക്ക് എന്ത് നല്ല കാര്യം നടക്കാനാ? മൗനവ്രതൊക്കെ അവിടെ ഇരിക്കട്ടെ, രാവിലെ കഴിക്കാനെന്ന് ഉണ്ടാക്കിയേ? ഒന്നും ഉണ്ടാക്കിയില്ലെന്നോ? എന്താ ഉണ്ടാക്കാത്തെ? എന്ത്, ഇന്ന് പട്ടിണി വരെ കിടക്കണമെന്നാണോ? നിങ്ങൾ വേണേ അങ്ങനെ കഴിഞ്ഞോ, എന്റെ കാര്യ കഷ്ടത്തിലാവുന്നേ. അതുകൊണ്ട് കുഴപ്പമില്ലെന്നോ? എനിക്കാണെങ്കി ഇപ്പോഴേ വിശന്ന് തുടങ്ങി. വയറ്റിനകത്ത് ഒന്നും ഇല്ലാത്തോണ്ട് കൊണ്ടുപോവാ നിലവിളിക്കുക. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, ഞാൻ പോയിട്ട് ഉണ്ടാക്കി കഴിക്കാനോ? എന്താ എടുത്തത്? എനിക്കത് ശീലമില്ലാത്ത കാര്യമല്ലേ. ഞാൻ എന്തെങ്കിലും അടുക്കള ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ? അമാവാസിക്ക് അബ്ദുൽ ഖാദറിന് എന്ത് ബന്ധാന്ന് ചോദിക്കുന്നത് പോലെ ഫാക്ടറിയിലത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്റെ വയറ് കാലിയാക്കി ഇടുന്ന എന്തിനാന്ന് അറിയില്ലല്ലോ. നീ ലീഡർ ആവുന്നതിന് മുമ്പ് എന്റെ ശവം എടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. സോറി എടുത്തി, സോറി ഭവനെ. വാസു ഉറപ്പായിട്ടും ജയിക്കണം. നിങ്ങൾ മൗനവ്രതവും ഉണ്ണാവ്രതവും ഒക്കെ ഇരിക്കുന്നില്ലേ, അപ്പൊ വാസു ജയിക്കാതിരിക്കുവോ? മോളെ വസു, നീ എന്തു ഭാഗ്യം ചെയ്തവളാണെന്ന് കണ്ടില്ലേ? നിനക്ക് വേണ്ടി നിന്റെ അമ്മായി എടത്തി വ്രതത്തിലിരിക്കുക. നീ ജയിക്കണം, ജയിച്ചു തന്നെ തീരണം. ജയിക്കൂടി, അവള് ജയിക്കും. അതെ ഏട്ടാ, ഇവിടെ ഒന്ന് നിർത്തിക്കേ. ഇവിടെ എന്തിനാ ചേച്ചി? എന്തു പറ്റി ചേച്ചി? അയ്യോ, ഒന്ന് നിർത്തിക്കേ. ഒന്ന് നിർത്താൻ പറഞ്ഞു. ഇത്രയും ചോദ്യങ്ങളോ? ആ ശരി ശരി. വസുന്ധര, താൻ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ ഇപ്പൊ വരാം ഏട്ടാ. അല്ല, ഗുഡ് മോർണിംഗ് സർ. നീ ജയിച്ച യൂണിയൻ ലീഡറാടോ. എന്റെ ഡ്രൈവറൊന്നും അല്ല കാറിന് ഡോർ തുറക്കാനായിട്ട്. യൂസ്ലെസ് ഫെല്ലോ. കുറച്ച് ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാം. അയ്യോ, വീണ്ടും വഴക്ക് കേട്ടല്ലോ. സാറിന്റെ ചേട്ടനും ചേച്ചി ഇതുവരെ വന്നിട്ടില്ല സർ. ഡേ, അതല്ല സർ, അഭിരാമും വസുന്ധരയും വന്നിട്ടില്ലെന്ന്. അവര് പിറകെ ഇങ്ങ് വന്നോളും. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ? എല്ലാം നമുക്ക് അനുകൂല. അവന്റെ കണ്ണുകളിലെ കോൺഫിഡൻസ് കാണുമ്പോ ഏത് വിധേനയും ജയിക്കുന്നുള്ള ധൈര്യം ഉണ്ടെന്ന് തോന്നും. എങ്ങനെ ജയിക്കാനാ? ഇപ്പോഴായിട്ടല്ലേ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫേവറിലാണെന്ന് യൂണിയൻ ലീഡർ പറഞ്ഞത്. ഇല്ല മോളെ, വസുവിന്റെ കോൺഫിഡൻസ് എന്താണെന്ന് ഞാൻ കണ്ടതാ. ഓ, അതുകൊണ്ടാണല്ലേ അവരോട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് വന്നത്. നീ ഒന്ന് പറഞ്ഞിട്ടില്ലടാ വന്നേ. അഖിലിന്റെ വോയിസിൽ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഏട്ടന്റെ വോയിസില് അവരോട് അല്പം സ്നേഹം ഉണ്ടെന്ന് തോന്നി. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, പക്ഷെ വസു എന്തോ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അവൾ എന്തോ ഒരു ഷോക്കിംഗ് ന്യൂസ് തരാൻ പോവാണ്.
ഇനി അല്പസമയത്തിനുള്ളിൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ദയവ് ചെയ്ത് വോട്ടിംഗ് കഴിയുന്നത് വരെ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. നമ്മളിവിടെ തന്നെ ഉണ്ട്, അവരെ കണ്ടില്ലല്ലോ. എങ്ങനെയും തോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും. മാനേജർ സാർ, 9 മണിയാകാൻ ഇനി 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. 9 ആയ ഉടൻ തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്ത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആര് വന്നാലും വന്നില്ലെങ്കിലും ഇലക്ഷൻ നടന്നിരിക്കണം. ഓക്കെ സാർ.